അള്ളാഹുവിന്റെ ദീന് കൊണ്ട് ഇവര് പന്താട്ടം കളിക്കുകയല്ലേ? അള്ളാഹിൻ്റെ ദീന് കൊണ്ട് പന്താടം കളിക്കുന്നത് ആരാടാ കുഞ്ഞേമേ? ഇജുൻ ഔഷാദും പമ്പൈസും അല്ലാതെ ആരാ കളിക്കണത്? അള്ളാഹിൻ്റെ ദീന് കൊണ്ട് നിങ്ങളുടെയൊക്കെ സംസാരം കേട്ട താലീകെട്ട് മാത്രമേ ഉള്ളൂ. വെറും ഏതോ ഒരു റൗഡിത്തര രൂപത്തിൽ ഒരു ദീൻ പറയുന്നതല്ലല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളേതോ ഒരു പൂരപ്പറമ്പ് പോയി സംസാരിക്കുന്നത് പോലെ അങ്ങനെ സംസാരിക്കണെന്താ? അതാരാ ചെയ്യണത്? ഏതായാലും ഇനി ബാക്കി നൗഷാദ് പറയട്ടെ. പാണക്കാട് തങ്ങന്മാരെ പഠിപ്പിക്കാൻ ഒരേ പി സമസ്തക്കാരനും ഒരു സമസ്തക്കാരനും വളർന്നിട്ടില്ല. അതിലെന്താ തർക്കം? അതിലൊരു തർക്കമല്ല. അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ഒരു തർക്കമല്ല. ഒരു AP സമസ്തക്കാരനും പിന്നെ ഒരു സമസ്തക്കാരനും വളർന്നിട്ടില്ല. എന്താ എനിക്ക് സമസ്തൻ്റെ പേര് പറയാനൊരു പേടി? അതിൻ്റെ ഉൾഭയം എന്താണ്? എനിക്കൊരു പേടി എന്താ? എന്തേ സമസ്തൻ്റെ പേര് പറയാൻ എനിക്കൊരു പേടി? പറയടാ. AP സമസ്ത എന്ന് പറഞ്ഞതുപോലെ മറ്റേ സമസ്തക്ക് ഇച്ച് പറഞ്ഞതിനെ മാതിരി പറയേ. ഇജ് വെറും കാളമൂത്ര പ്രസംഗം അങ്ങനെ പ്രസംഗിക്കല്ലേ. ഇപ്പൊ ഞങ്ങൾ സ്വാദിഖ് അലി തങ്ങളെ സന്ദർശിക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ആ സ്വഭാവ മഹിമയും അവരിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കാം. ഇനി അങ്ങോട്ട് ചെല്ല്. ആ സ്വഭാവ മഹിമയും അനുഭവിക്കാറുണ്ട്. ഇതിൻ്റെ മുന്നേ എന്താടാ എനിക്ക് സ്വാദിഖ് അലി തങ്ങൾ കാണിച്ചു തന്നെ? ഇതിൻ്റെ മുന്നേ ആയിട്ട് എന്തേ സ്വാദിഖ് അലി തങ്ങൾ എന്നെ കാണിച്ചത്? ഇപ്പോൾ ആ സ്വഭാവ മഹിമയും കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് ഇനി അങ്ങോട്ട് ചെല്ല്. അപ്പോൾ കാണാൻ ഉണ്ട്. മനസ്സിലായോ? അത് നിങ്ങളിൽ ലീഗുകാരുടെ ശ്രദ്ധയ്ക്ക് ഇവനെ ഒരു കാരണവശാലും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളടുത്ത് കടുപ്പിക്കണ്ട കേട്ടോ. ഇവന് ഇബിലീസാണ്. ഇവനെന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാറൂനാണ്. ഇവനെ നല്ലോണം ശ്രദ്ധിച്ചോളി, സൂക്ഷിച്ചോളി. ഇവനെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയോ? ഈ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പിന്നെ ഒരു മുജാഹിദിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ആ തങ്ങളെ ഇവൻ പറയാത്തതൊന്നുമില്ല. ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഇവൻ പറയാത്തതില്ല. മുനവ്വർ അലി തങ്ങളെ പറയാത്തതില്ല. മുഈൻ അലി തങ്ങളെ പറയാത്തതില്ല. പാണക്കാടുള്ള ഇപ്പം പള്ളിയിലുള്ള കുട്ടികളെ വരെ ഈ ഹംക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അറിയോ? അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് തങ്ങളെ, പാണക്കാട്ടെ തങ്ങന്മാരെ അത്രമാത്രം പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ ബാക്കിയില്ല. അന്ന് പറഞ്ഞിരുന്ന അന്ന് തന്നെ പേരോട് ഉസ്താദ് അവനോട് പറഞ്ഞിട്ടുണ്ട്, പൊന്നാരൻ നൗഷാദെ ആ പരിപാടി വേണ്ടട്ടോന്ന്. അത് വേണ്ട തങ്ങന്മാരാണെന്ന് ഇവനോട് പറഞ്ഞിരുന്നു. ഇവനത് കേൾക്കാതെ എന്നിട്ടും ഇവൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പം എന്തേ ഇപ്പോൾ വേറെ ഒന്നും കൂടിയും പറയുന്നുണ്ട്. ഓൻ്റെ ത്വരീക്കത്ത് ഇപ്പം വിട്ടുപോയിട്ടുണ്ട്. ഓൻ്റെ ത്വരീക്കത്ത് നിന്ന് മാറിയിട്ടുണ്ട്. മടവൂർ CM വലിയുള്ളാനെ നമുക്കിപ്പം അംഗീകരിക്കുന്നില്ല. ഇപ്പം മടവൂരിനെ അംഗീകരിക്കണില്ല. മടവൂർ പറഞ്ഞ എന്താണ്? വഹാബികളായിട്ട് ബന്ധമുള്ളവരായിട്ട് ബന്ധം ഉണ്ടാകാൻ പാടില്ല. ബന്ധമുള്ളവർ വഹാബികളായിട്ട് ബന്ധം ഉണ്ടാകാൻ പാടില്ല. ബന്ധമുള്ളവരായിട്ട് ബന്ധം ഉണ്ടാകാൻ പാടില്ല. എന്നാ ഇനി ഒന്ന് കേട്ടോളി, നോക്കാം നമുക്ക് എന്താ പറയുന്നത്. ഓൻ തന്നെ പറയട്ടെ. ഇപ്പൊ ഷെയ്ഖുനാനെ വിട്ടു. ഷെയ്ഖുന മടവൂർ ഷെയ്ഖുന പറഞ്ഞ എന്താണ്? വഹാബികളോട് നമുക്കൊരു ബന്ധവുമില്ല, ബന്ധമുള്ളവരോടും ബന്ധമില്ല. അപ്പോൾ ഇപ്പോൾ ത്വരീക്കത്ത് ഷെയ്ഖുനാൻ്റെ ത്വരീക്കത്ത് വിട്ടു. മടവൂർ ഷെയ്ഖുനാൻ്റെ ത്വരീക്കത്ത് ഇപ്പോൾ വിട്ടു. കാരണം എന്താ? ഇപ്പോൾ സ്വാദിഖ് അലി തങ്ങളായിട്ടല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്രയോ വഹാബികളായിട്ട് ബന്ധമുണ്ട്. വഹാബികളായിട്ടും കാര്യങ്ങളിലേറ്റൊക്കെ ബന്ധമുണ്ട്. എന്നിട്ട് അതിനിപ്പോൾ ന്യായീകരിച്ച് പറയുന്നുണ്ട്. എന്താണ്? നേതൃത്വം പദവിയിൽ ഇരിക്കുന്നവരാണ്, അവർക്ക് കുറച്ചൊരിതുണ്ടാകും. അതോ പറയുന്നുണ്ട് കേട്ടോ. സ്വാദിഖ് അലി ആ സമയത്ത് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഇവ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയിരുന്നത്. സുബ്ഹാന ജല്ല ജലാലു. അന്ന് പേരോട് ഉസ്താദും പൊന്മൾ ഉസ്താദും ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പൊന്നാരൻ നൗഷാദ് ഹസനി ഇങ്ങനൊന്നും അന്ന് അങ്ങനെ വിളിച്ചിരുന്നത്, ഇങ്ങനൊന്നും പറയരുതേ. അപ്പോൾ അവൻ്റെ ആ എളിണ്ടല്ലോ അന്നാണ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെയോ സ്റ്റേജ് കിട്ടി അത് പറഞ്ഞിരുന്നു. എത്ര പറഞ്ഞിട്ടും അന്ന് സംഘടനയിൽ ഉണ്ടായിരുന്ന കാലത്തെ ഇവൻ പറഞ്ഞാൽ കേൾക്കൂലായിരുന്നു. ഇപ്പോൾ എന്ത് കാട്ടി? ഇപ്പോൾ വല്ല പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ വല്ല ഒന്നാണ് പോയി കണ്ടിക്കുക. എന്നിട്ട് അത് കണ്ടുകാണ്ട് ഞങ്ങൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെടുത്ത് പോകാറുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ബന്ധമുണ്ട്,
നല്ല ബന്ധം ഞങ്ങൾ പുലർത്തുന്നുണ്ട്. അത് ലീഗുകാരെ കിട്ടാൻ വേണ്ടിയിട്ടാണേ. ലീഗുകാരെ തീട്ടൊന്നല്ല തിന്നുന്നത്, അന്നം തന്നെ തിന്നുന്നത്. ലീഗുകാർ എൻ്റെ കളിക്ക് നിന്ന് തരൂല. ലീഗുകാരെ എനിക്ക് കിട്ടൂല. അത് എന്തേ കരുതിക്കണത്? ഓലെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഓര് ചങ്ങായി എന്നെ വിടും. എന്നെ 10 പൈസ എൻ്റെ അടുത്ത് ഒന്നുമില്ല, 10 പൈസക്ക് എന്നെ പറ്റൂല എന്നുള്ളത് ഓർക്ക് മനസ്സിലാക്കണേ. ഇനിയോ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വേറൊരു വിഷയം പറയുന്നുണ്ടെന്ന് കേട്ടു നോക്കാം നമുക്ക്. പാണക്കാട് സാദാത്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടുകളിൽ നിൽക്കുന്നവരാണവർ. അതുറപ്പന്നല്ലേ. പാണക്കാട് സാദാത്യങ്ങൾ അഖിലുസുന്നത്തി വൽ ജമാഅത്തിൽ നിൽക്കുന്നവർ തന്നെയാണ്. അതല്ലേ രസം. പാണക്കാട് തങ്ങന്മാർ ഇന്ന് നല്ല അന്ന് എന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പുതിയതായിട്ടല്ല, ഇപ്പൊ എനക്ക് പുതിയതാകുകയാണില്ലേ. എനക്കിപ്പോൾ പുതിയതാകുകയാണ്. കാരണം ഓലൊന്ന് കിട്ടണം. എൻ്റെ മുന്നിക്ക് ഓലൊരു 4 ആളെ ലീഗുകാരെ കിട്ടണം. കിട്ടൂല മോനെ, കിട്ടൂല. അതേ സമയത്ത് അവർ പൊതു നേതൃരംഗത്തുള്ളവരാണ്. അവർ മിഞ്ഞാന്ന് പൊതു നേതൃരംഗത്ത് വന്നതല്ല. അവർ ബാഫക്കൈ തങ്ങളും അതുപോലെ വലിയ വലിയ സാദാത്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ പൊതു നേതൃത്വത്തിലുള്ളവരാണ് അവർ. അവരിപ്പോൾ മിഞ്ഞാന്നിജ പോയി കണ്ടപ്പോൾ അങ്ങനെ വന്നതല്ല. അതിൻ്റെ ഒക്കെ ഒരുപാട് മുന്നേ പൊതു നേതൃത്വത്തിൽ അവരുണ്ട്. എന്നിട്ട് സ്വാദിഖ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പറഞ്ഞത് എന്തായിരുന്നു? ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ പറഞ്ഞ പറച്ചിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ്, ആ കുരുത്തക്കടൊക്കെ തന്നെയാണ് എനിക്കൊക്കെ ഈ ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുരുത്തക്കടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പരിമിതികളുണ്ടാവും. പണ്ട് ഈ പരിമിതിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇപ്പോ ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് പോകുമ്പോൾ അപ്പോഴേക്ക് അത് എടുത്തുകൊണ്ട് വന്ന് വലിയ സംഭവം. ഇപ്പം ചീറി വരുന്നുണ്ട്. ഏതെങ്കിലും പരിപാടിക്ക് എടുത്ത് പോകുമ്പോഴത്തേനും അത് വലിയ കൊടുത്ത് സംഭവമാക്കും. ഈ പോത്താണ് ഇത് മുഴുവനും സംഭവമാക്കിയിരുന്നത്. അന്ന് ഈ ഹൈദർ അലി ശിഹാബ് തങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടാ മൂത്രയ്ക്കായിരിക്കണമെന്ന് നോക്കിയോണ്ട് ഇടയ്ക്കായിരുന്നു ഇവന് പണി. ഹൈദർ അലി ശിഹാബ് തങ്ങളെ, ചെറുശ്ശേരി ഉസ്താദിനെ, അതേമാതിരി പടച്ചോനെ ഇവൻ പറയാത്ത ഒരാൾ ഇന്ന് പണ്ഡിതകുലത്തിൽ ഒരൊറ്റൊന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. EK വിഭാഗം പണ്ഡിതന്മാരെ മുഴുവനും അതുപോലെ തന്നെ പാണക്കാട് സാദാത്യങ്ങളെ മുഴുവനും പറഞ്ഞ് കാളമ്പാടി ഉസ്താദിനെ ഫോണിലൂടെ വിളിച്ച് റെക്കോർഡ് ചെയ്ത്, കോയക്കുട്ടി ഉസ്താദിനെ റെക്കോർഡ് ചെയ്ത്, ഇങ്ങനെ അനവധി പണ്ഡിതന്മാരെ റെക്കോർഡ് ചെയ്ത് കണ്ട് റെക്കോർഡ് ഓന് പ്രസംഗിക്കുമ്പോൾ വിടുമ്പോൾ ഓനോട് വിളിച്ചു പറയാ, ഹസനി അത് വേണ്ടില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയിരുന്നു, പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരായിരുന്നു. പക്ഷേ ഓന് CD കച്ചവടത്തിന് അതൊക്കെ ഓൻ ചിലവാക്കും. അന്ന് അങ്ങനെ ഒരു ഹരായിരുന്നു. ആ ഹരത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യും? ആ ആവേശത്തിൻ്റെ പേരിൽ ജനങ്ങളത് മേടിച്ചും ചെയ്യും. സംഘടനക്കാരൊക്കെ അത് വാങ്ങും, 2 കൂട്ടരും വാങ്ങും. എന്നിട്ടത് അങ്ങനെ ആയിരുന്നു. അത് ഈ പണ്ഡിതന്മാരുടെ, നിഷ്കളങ്കരായ പണ്ഡിതന്മാരുടെ മുഴുവൻ ശാപവും പേറിയവനാണ് ഈ നൗഷാദ്. ഇന്ന് തിരിച്ചതാ. ഇന്ന് ഓൻ ചെയ്തു അങ്ങനെ പേറി നടന്നപ്പോൾ അവന് സംഘടനയിൽ ഒരു സ്ഥാനം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നും വേറെ കളം ചവിട്ടി. ഓൻ കളം മാറി ചവിട്ടി ത്വരീക്കത്തേക്ക് പോയി. ത്വരീക്കത്തിലെ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാണ്ട് വെക്കുന്നത് മുഴുവനും വലിയ വലിയ പണ്ഡിതന്മാരുടെ തീട്ടം നിന്നലാ. അതാ ഓൻ്റെ ആദർശ സമ്മേളനം. ആദർശ സമ്മേളനം വെച്ചിട്ട് ഒരു 40 ഹദീസിലുള്ള വയൽ പറയുകയാണെങ്കിൽ അതെങ്കിലും ജനങ്ങൾക്ക് ഉപകരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നൗഷാദ് എന്ന് പറഞ്ഞ ഈ ചെങ്ങായിയുടെയും കുഞ്ഞേമീൻ്റെയും ഈ പമ്പൈസ് മുസ്ലിയാരുടെയും ഇവരുടെ വയൽ കേട്ടിട്ട് ആർക്കെങ്കിലും ഒരൊറ്റ ഹദീസെങ്കിലും ഇവർ ത്വരീക്കത്തിലേക്ക് പോയിട്ട് ആർക്കെങ്കിലും ഒറ്റ ഹദീസെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊന്ന് കമൻറ്റ് ചെയ്യണം. ആ ഹദീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഹദീസ് എല്ലാം അവർ ഓതുന്നത് മുഴുവനും പണ്ഡിതന്മാർക്ക് എതിരായിട്ട് ഇങ്ങനെ ഓതുക. പണ്ഡിതന്മാർക്കെതിരായിട്ട് എന്ത് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് അതാണ് അതാണ് ഇപ്പോൾ ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൗഷാദിൻ്റെ ഇന്നലെ 8-ാം തീയതിക്കത്തെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാനാണോ ശ്രമിക്കുന്നത്? ഇവനൊന്നും ദുനിയാവിൽ അല്ലാഹു തആലാനെ വെറുതെ വിടൂല.
അള്ളാഹുവിനെ വെറുതെ വിടൂല. കാരണം ദീൻ പൊളിക്കാൻ വേണ്ടിക്കൊണ്ട് ഹദീസ് ഈ വലിയ വലിയ കുറേ ആളുകൾ മഹാന്മാരായിരുന്നു. അവരൊക്കെ പേച്ചുപോയ സംഭവങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും പുത്തിരിയല്ല കേട്ടോ. ഇവനും ഇവൻ്റെ അപ്പുറമുള്ളവരും ഒക്കെ പേക്കുമല്ലോ. കാരണം ഇവപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ ഉസ്താദുമാരാണ്. ഇവൻ്റെ ഷെയ്ഖ് ആരാ? ഇവൻ്റെ ഷെയ്ഖ് ഹാഫിൽ എന്ന് പറയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഹാഫിൽ ആക്കിയത് എവിടുന്ന? അദ്ദേഹം ഇഫൽ ആക്കിയത് എവിടുന്ന? മർക്കസ് എന്ന. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദാരാ? AP മുഹമ്മദ് മുസ്ലിയാരാ. AP മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദാരാ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാ. ഇങ്ങനെ തുടങ്ങി എല്ലാ ഈ ചങ്ങായിൻ്റെ ഉസ്താദാരാ? സുലൈമാൻ ഉസ്താദാ, അബ്ദുള്ള ഉസ്താദാ. ഇങ്ങനെ എല്ലാവരും പറഞ്ഞു. AP സമസ്തയിൽ തന്നെ ഓന് മറുപടി പറയാൻ പറ്റിയ ആളുകൾ ഇല്ല. ഓൻ പറയാ AP സമസ്തയിൽ തന്നെ ഓന് മറുപടി പറയാൻ പറ്റുമല്ല എന്ന് പറഞ്ഞ് ധിക്കാരം പറഞ്ഞ ഇത്രയും ഇബ്ലീസിനെ പോലും തോൽപ്പിച്ച ഒരു വ്യക്തി അള്ളാൻ്റെ ഉലകത്തിലുണ്ടെങ്കിൽ അത് നൗഷാദ് എന്നാണ് ഓൻ്റെ പേര്. ഓൻ്റെ പേരാണത്. അത്രയും വൃത്തികെട്ടവന്. കാരണം ഇപ്പോൾ പാണക്കാട്ടെ തങ്ങന്മാരെ നൗഷാദ ഇനിയൊന്ന് നിർത്തി വെക്ക്. കാരണം എന്താ അറിയോ? ഇനി റമദാനാണ് വരുന്നത്. നമ്മളും തന്നെ അത് കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങളെ ഉസ്താദ്മാരേജ് പറയണത്. അപ്പം നമുക്കത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇതൊന്ന് ദയ വിചാരിച്ച് ഇനി ഷാബാൻ 15 വരാൻ പോണത്. ഒന്ന് ദയ വിചാരിച്ച് നിർത്തുക. അതല്ലെങ്കിൽ ഞങ്ങൾ വിടൂല. ഞങ്ങൾക്കിത് ഞങ്ങളെ പണ്ഡിതന്മാരെ പറഞ്ഞാൽ ഞങ്ങൾ പറയേണ്ടി വരും. അത് ഏത് പണ്ഡിതനാണെങ്കിലും ശരി, ഏത് സാദാത്താണെങ്കിലും ശരി. അന്ന് ഹൈദരലി ശിഹാബ് തങ്ങളെ പറഞ്ഞപ്പോഴും എന്നോട് പറയരുതേ എന്ന് പറഞ്ഞത് കാന്തപുരം വിഭാഗം തന്നെയാണ്. ഇന്നും എന്നോട് പറഞ്ഞത് അവരായിരുന്നു. പക്ഷേ ഇന്ന് ഒരു നേതാവ് മനക്ക് മറുപടിക്ക് വരില്ല. അത് എന്ത് തുണയിച്ചിട്ട് ചാടിക്കളിച്ചാലും ശരി, എന്ത് തുണയിച്ചിട്ട് ചാടിക്കളിച്ചാലും ശരി. കാരണം അനക്ക് മറുപടി പറയാൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരാളും എനിക്ക് മറുപടിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇങ്ങനൊക്കത്തെ ഉള്ള മറുപടി തന്നെ എനിക്ക് കിട്ടുള്ളൂ. അതിനിച്ചിങ്ങനെ കടന്നുകാണ്ട് അത് പറയണം, ഇത് പറയണം, അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ കെട്ടിയോളോട് പോയി പറയാമെന്നല്ലാതെ ഇവിടുന്ന് കിട്ടൂല. കാരണം എനിക്ക് മറുപടി അറിയിക്കണില്ല. ഞങ്ങൾ പറയാൻ കരുതി ഞങ്ങളങ്ങനെ പറയും. ഞങ്ങളെ പണ്ഡിതന്മാർ ഞങ്ങളോട് പറയും. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ പണ്ഡിതന്മാർക്ക് വെറുപ്പാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. ഞങ്ങളോട് തന്നെ. പക്ഷേ ഞങ്ങളെ പണ്ഡിതന്മാരെ പറയുന്നു എന്നുള്ള നിലക്കാണ് എന്നോട് ഈ രൂപത്തിലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു വിഷമമാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത്ര മോശമായിട്ടാണ് ഇത് നടക്കുന്നത് എൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ സ്വാദിഖ് അലി തങ്ങളൊന്ന് കൂട്ടിപ്പിടിച്ചുക. എൻ്റെ സ്റ്റേജിക്ക് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളൊന്ന് കൊണ്ടുവരണം. എനിക്ക് എൻ്റെ സ്റ്റേജിക്ക് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളൊന്ന് എഴുന്നള്ളിപ്പിക്കണം. അതിന് വേണ്ടിക്കൊണ്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. എന്നിട്ട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ വന്നിട്ട് എന്ത് ചെയ്യണം? 4 വർത്താനം പറഞ്ഞുകാണ്ട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളങ്ങനെ കൊണ്ടുനടക്കണം. അതിന് എനിക്ക് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കിട്ടൂല മോനെ. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വേറല്ല വരാ. മനസ്സിലായ എനിക്ക്? അന്നിലും വലിയ അട്ടൻ്റെ പുക്കിൾ കണ്ടോരാ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതിന് മനസ്സിലാക്കണം. അന്നിലും വലിയൊരു പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് പിന്നെ ഇജ്ജയിന് മെനക്കെടാൻ നിൽക്കണേ. ഇജ്ജയ് അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ.